നമുക്ക് ഡയറക്റ്റ് കാര്യത്തിലോട്ട് കിടക്കാം. നമ്മുടെ ഫസ്റ്റ് ഈ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. ഇതിൽ ജസ്റ്റ് ഭയങ്കര സിമ്പിളാണ്. നമുക്ക് ഗെയിം കളിച്ചിട്ട് ഈസി ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റാവുന്ന ഒരു ആപ്പാണ് ഇത്. ഇത്രയും ഗെയിംസ് ഉള്ളൂ ഇതിൽ. ഞാനിപ്പോൾ ഏൺ ചെയ്ത ഞാൻ ഉണ്ടാക്കിയ പൈസയാണ് ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇനിയും 2 റെഫർ ഇത് പെൻഡിങ് ഉണ്ട്. എന്നിട്ട് പറഞ്ഞ് ഞാനിപ്പോൾ 17 പേര് റെഫർ ചെയ്തു. ടോട്ടൽ ഉണ്ടാക്കുന്ന 1700 രൂപയാണ്. അതിലിപ്പോൾ ഓൾമോസ്റ്റ് 1000 എനിക്ക് കിട്ടി. ഇനി ജസ്റ്റ് ഒരു 100 രൂപയോടെ കിട്ടാനുള്ളൂ. ഞാനിപ്പോൾ എടുത്ത വിഡ്രോവലിൻ്റെ ഒക്കെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയാണ് ഇതിലിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി 2 പേര് പെൻഡിങ് ഉണ്ട്. അത് നമുക്കതിൽ കാണാം. 73ൻ്റെ അടിയിൽ അങ്ങനെ മെൻഷൻ ചെയ്ത് കാണാം. അതെനിക്ക് 2 ദിവസത്തിനുള്ളിൽ ആ എമൗണ്ട് കയറും. പിന്നെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഭയങ്കര സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. പിന്നെ ഇതിലത്തെ ക്യാഷ് നമുക്ക് ഡയറക്റ്റ് ഇതിലോട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് ഡയറക്റ്റ് ഈസിയായിട്ട് വിന്നിങ്സ് വഴി അങ്ങനെ എടുക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ക്യാഷ് ഇല്ലാത്തതുകൊണ്ടാണ് 1 രൂപ ബാലൻസ് ഉള്ളൂ. ഇതിൽ നമുക്കിപ്പോൾ ഗെയിമൊക്കെ കാണാം. എല്ലാം 2 രൂപ 5 രൂപ 10 ഒക്കെ വെച്ചിട്ട് നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും. അത് ജയിച്ചാൽ കിട്ടുന്ന എമൗണ്ടും അതിന് മുകളിൽ നമുക്ക് മെൻഷൻ ചെയ്ത് കാണാം. അതിൽ ഒരുപാട് ഗെയിംസ് ഉണ്ട്. ക്യാരം, റമ്മി, ഒരുപാട് സ്നേക്ക് ലാഡർ, ഒരുപാട് ഗെയിംസ് ഉണ്ട്. ഇതെല്ലാം വെച്ച് നമുക്ക് ഈസി ആയിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു 60 രൂപ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പോരാതെ തന്നെ ഇങ്ങനെ സ്പിന്നിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര പോയിൻറ്റ്സും പലപ്പോഴും പലതായിരിക്കും നമുക്ക് കിട്ടുക. അതിനനുസരിച്ച് നമുക്കുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് VIP കോയിൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഈ VIP കോയിൻസ് നമുക്ക് ബോണസ് ക്യാഷ് ആയിട്ട് മാറ്റാൻ പറ്റും. ഇത് നേരെ മുകളിൽ ലെഫ്റ്റിൽ ക്ലിക്ക് ചെയ്യുക, ആ പോയിൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. അത് ഡയറക്റ്റ് ക്യാഷ് ഔട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ വിഡ്രോ ചെയ്യാൻ പറ്റും. വേറെ ഒന്നും അതിൽ ചെയ്യാനില്ല. ഇതിപ്പോൾ ജസ്റ്റ് 3 ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഈ പോയിൻറ്റ് 1-2 പൈസ കിട്ടിയിരിക്കുന്നത്. അതിൽ കൂടുതൽ നമുക്കുണ്ടെങ്കിൽ അതിനനുസരിച്ച് പൈസ കിട്ടും. നമ്മുടെ വാലറ്റിലോട്ട് കയറിയത് കാണാം. പിന്നെ ഇങ്ങനെ ഒരുപാട് ഗെയിംസാണ് പിന്നെ അതിലുള്ളത്. പിന്നെ ഇതൊക്കെ കളിച്ചിട്ട് ഈസി ആയിട്ട് കിട്ടാവുന്നുള്ളൂ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ കളിക്കാമെന്ന് വേണമെങ്കിൽ പറയാം. ഇത് വെച്ച് ഒരു നാക്ക് വെച്ച് നമുക്ക് ഈസി ആയിട്ട് അങ്ങനെ കളിച്ച് ഉണ്ടാക്കാൻ പറ്റും. ഈ ആപ്പിൻ്റെ പേരെന്താണെന്ന് നമുക്കിന്ന് പറയാം. ഇതിൻ്റെ പേരാണ് വിൻസോ. ഓക്കെ, എല്ലാവരും ഞാൻ അടിയിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതുവഴി കയറി എല്ലാവർക്കും ജസ്റ്റ് 20 റുപ്പീസ് നമുക്ക് അപ്പം തന്നെ സ്പോട്ടിൽ വാലറ്റ് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാനാണെങ്കിൽ നമുക്ക് അങ്ങനെ ഇത് കിട്ടില്ല, ഇത്ര എമൗണ്ട് കിട്ടില്ല. പിന്നെ അതെങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഗൈസ്, ഇത് ഞാൻ പറയുന്നത് ഇതുപോലെ തന്നെ നമ്മൾ ചെയ്താലാണ് നമുക്ക് പ്രോപ്പറായിട്ട് റെഫറിൽ എമൗണ്ട് കിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഈ റെഫറൽ ലിങ്ക് അങ്ങനെ നോർമലി ഷെയർ ചെയ്യുന്ന പോലെ റെഫറിൽ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരാൾക്ക്. എന്നിട്ട് ആളോട് നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറയാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് റീസെൻ്റ് ആപ്സ് എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ ഈ അയച്ചു കൊടുത്ത ലിങ്ക് ഒന്നും കൂടി ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ആപ്പ് ഓപ്പൺ ചെയ്യാൻ പറയാം. ഓക്കെ, അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് ഒരു പേജിലോട്ട് വരും. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പേജിലോട്ട് വരും. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ നമ്പർ അടിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇവിടെ മോളിൽ വിൻസോമാനിയ, അതിൻ്റെ തൊട്ടപ്പുറത്ത് വേൾഡ് വാർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടില്ലേ, ആ വേൾഡ് വാർ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ കുറച്ച് ഗെയിമിൻ്റെ ലിസ്റ്റ് കാണാം. ഇപ്പോൾ ഞാൻ ഓൾറെഡി കളിച്ചുകൊണ്ടാണ്. ഇതിലിപ്പോൾ ഫസ്റ്റ് ഒരു 2-3 നമുക്ക് ഫ്രീ എന്ന് പറഞ്ഞ് ഓപ്ഷൻ ഉണ്ടാവും. ഫ്രീ ആയിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. അതിൽ ഫ്രീ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ രണ്ട് കാർഡ് കാണും. അത് ഏതെങ്കിലും ലെഫ്റ്റ് വൺ കാർഡ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ റൈറ്റ് ഏതാണെങ്കിലും കുഴപ്പമില്ല. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ഗെയിം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഗെയിം കളി കഴിയുമ്പോഴാണ് നമുക്ക് ആ റെഫറൽ എമൗണ്ട് നമ്മുടെ ബാങ്കിലോട്ട്, ആരാണോ നമ്മളെ റെഫർ ചെയ്ത് ആളുടെ ബാങ്കിലോട്ട് കയറുക. ഇങ്ങനെ തന്നെ ചെയ്യണം. ഇതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ നമുക്ക് റെഫറൽ എമൗണ്ട് കിട്ടില്ല. ഇപ്പോൾ അങ്ങനെ കുറേ പേര് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുറേ അങ്ങനെ ലിമിറ്റേഷൻസ് ഞാൻ നമുക്ക് വെച്ചിട്ടുണ്ട് ഇവർ. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ച് നേരാവണ്ണം കളിക്കുക. പിന്നെ ഇതൊരിക്കലും നമുക്ക് അത്ര നല്ല ഗെയിമല്ല. ഇതിപ്പോൾ നമ്മുടെ ബെറ്റിംഗ് ആപ്സിനെ പോലത്തെ അങ്ങനത്തെ ഒരു ഗെയിമാണ്. എല്ലാവരും സ്വന്തം റിസ്കിൽ മാത്രം കളിക്കുക. നമുക്ക് പൈസ ഇട്ടിട്ടൊക്കെ കളിക്കാൻ പറ്റും. പക്ഷേ അതിനൊന്നും നിൽക്കരുത്. മാക്സിമം എല്ലാവരും ഇങ്ങനെ റെഫർ ചെയ്ത് തന്നെ ഏണിങ്സ് ഉണ്ടാക്കാൻ നോക്കുക. പോരാത്തതിന് ഇതിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഗെയിമുകൾ കളിക്കാൻ പറ്റും. പിന്നെ ഇതിൽ ഉണ്ടാക്കുന്ന പൈസ വെച്ചിട്ട് തന്നെ ഇതിൽ നമ്മൾ ഗെയിം കളിക്കാൻ പറ്റും. അങ്ങനെ കളിച്ച് മാക്സിമം എമൗണ്ട് ഏൺ ചെയ്യുക. എക്സ്ട്രാ നമ്മുടെ കയ്യിൽ നിന്നും പൈസ ഇട്ടിട്ട് അതും കളിക്കാണ്ടിരിക്കുക.